പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ അവിടെയാണ്. ഷിരൂരിൽ നമ്മൾ കണ്ട കാഴ്ചകൾ കുറച്ചുകൂടി വൈകാരികമായ വേദനാജനകമായ കാഴ്ചകൾ നമ്മൾ കാണുന്നു. ഷിരൂരിലെ സങ്കടം. ഷിരൂരിൽ മണ്ണിടിച്ചിൽ മരിച്ച അർജുന്റെ മൃതദേഹം നാളെ ബന്ധുക്കൾക്ക് കൈമാറിയേക്കും. മംഗളൂരു ഫോറൻസിക് ലാബിലേക്ക് അയച്ച DNA സാമ്പിളുകളുടെ പരിശോധനാ ഫലം നാളെ കിട്ടുമെന്നാണ് പ്രതീക്ഷ എന്ന് ഉത്തര കന്നഡ ജില്ലാ പോലീസ് മേധാവി M. നാരായണ പറഞ്ഞു. പുഴയിൽ നിന്ന് കരയിലേക്ക് മാറ്റിയ ലോറിയിൽ നിന്ന് കൂടുതൽ അസ്ഥിഭാഗവും വസ്ത്രങ്ങളും കണ്ടെത്തി. ലോറിയുടെ ക്യാബിനിൽ നിന്ന് ലഭിച്ചത് അർജുന്റെ ശരീരഭാഗങ്ങളാണെന്ന് ഉറപ്പിക്കുമ്പോഴും നിയമ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. DNA പരിശോധനാ ഫലത്തിലൂടെ സ്ഥിരീകരിച്ചാൽ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇതിനായി അർജുന്റെയും സഹോദരൻ അഭിജിത്തിന്റെയും DNA സാമ്പിളുകൾ മംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. Already family members DNA profiling is with us. Already postmortem of this body has to done, and today there is some more bones are left in the cabin, so we are retrieving it. It will be given to the doctors. Today evening they are doing the autopsy and they shape the entire body. And we will send it today to the regional forensic laboratory to match the DNA. മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള പൂർണ്ണ ചെലവ് കർണാടക സർക്കാർ വഹിക്കും. അർജുന്റെ മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസിനെ കർണാടക പോലീസ് അനുഗമിക്കും. അതിനിടെ കൂടുതൽ ക്രെയിനുകൾ എത്തിച്ച് പുഴയിൽ നിന്ന് ലോറി കരയിലേക്ക് മാറ്റി. ലോറിക്കുള്ളിൽ നിന്നും കൂടുതൽ അസ്ഥിഭാഗവും അർജുന്റെ വസ്ത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഷർട്ടുണ്ട്, ബിരിയുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ബിരിയാണ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ്. ബാക്കിൽ അയലായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിൽ ചിലപ്പോൾ തൂക്കിയിട്ടതായിരിക്കും ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ ഇനിയുമുണ്ട് 2 മനുഷ്യർ, ലോകേഷും ജഗന്നാഥും. അവർക്കെന്ത് സംഭവിച്ചുവെന്ന ചോദ്യത്തിനും ഉത്തരം വേണം. ഷിരൂരിൽ നിന്നും ടീം 24. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ ചേർത്തു നിർത്തിയുള്ള യാത്രയായിരുന്നു അർജുൻ്റേത്. പുഴയുടെ ആഴങ്ങളിൽ ലോറിയുടെ ക്യാബിനിൽ അർജുന് അടുത്ത് മകന്റെ കളിപ്പാട്ടവും ഉണ്ടായിരുന്നു. ക്യാബിനിൽ നിന്ന് കിട്ടിയ ബാഗും ഫോണും പാത്രങ്ങളുമെല്ലാം ഇനി നോവോർമ്മയാണ്. മകനേറെ പ്രിയപ്പെട്ട കളിപ്പാട്ടം അർജുൻ യാത്രയിൽ കൂടെ കരുതിയത് എന്തിനാകും? പുഴയുടെ അടിത്തട്ടിലേക്ക് തനിച്ചു പോകുമ്പോൾ ഒരിക്കലെങ്കിലും തൊട്ടിട്ടുണ്ടാകുമോ അതിൽ? ലോറിയുമായുള്ള അച്ഛന്റെ വരവും കാത്തിരുന്ന മകൻ അയന് ഇനി ഇത് അർജുന്റെ ഓർമ്മയാണ്. കുഞ്ഞിൻ്റെതാണ് ഇത് സ്ഥിരമായിട്ട് വാഹനത്തിൽ വെക്കുന്നത്. ഡോക്യുമെന്റ്സ്, ഡ്രസ്സ്, 2 മൊബൈൽ ഫോൺ, വാച്ച് എല്ലാം നമുക്ക് പാത്രങ്ങൾ, അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട്. അർജുന്റെ സാമീപ്യമുണ്ടായിരുന്ന ഓരോന്നും, എന്നും പ്രിയപ്പെട്ടവരുമായി സംസാരിച്ചിരുന്ന മൊബൈൽ ഫോണുകൾ, സമയം നിലച്ച വാച്ച്, പാത്രങ്ങളും ബാഗും വസ്ത്രങ്ങളുമെല്ലാം. അങ്ങനെ അർജുൻ കൂടെ കൂട്ടിയതെല്ലാം പുറത്തെടുത്തപ്പോൾ ഗംഗാവലിയുടെ മൺതിട്ട നൊമ്പര തീരമായി. ഇന്നലെ അർജുന്റെ മൃതദേഹ ഭാഗങ്ങളായിരുന്നു കണ്ടെടുത്തത്. ഇന്ന് ഓർമ്മകളുടെ ഭാരമേറിയുള്ള ശേഷിപ്പുകളും. 24 ഷിരൂർ. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ വച്ചിരുന്നു ഷിരൂരിൽ നിന്നും. അരുൺ, നേരത്തെ ഈ തിരച്ചിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ ഒരു കളിപ്പാട്ടം അതിലുണ്ട് എന്ന കാര്യം അറിയുമ്പോൾ തന്നെ ഈ വണ്ടി കിട്ടിയാൽ ഈ കളിപ്പാട്ടം കണ്ടെത്തലൊക്കെ ഒരു വേദന ഓർമ്മയാകുമല്ലോ അല്ലെങ്കിൽ വേദനയാകുമല്ലോ അന്ന് തന്നെ അവിടെ പറഞ്ഞിരുന്ന മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. അങ്ങനെ തന്നെ സംഭവിക്കുന്നു. ചങ്ക് പൊടിയുന്ന കാഴ്ച അരുൺ. അഷ്മി, 72 ദിവസത്തിന് ശേഷം അർജുൻ എന്തു സംഭവിച്ചു എന്ന ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടി. അത് ആശ്വാസകരമാണ് എന്ന് പറയുമ്പോൾ പോലും നമ്മളിപ്പോൾ ഈ ഗംഗാവലി പുഴയോരത്ത് നിൽക്കുമ്പോൾ അത്ര ആശ്വാസത്തോടെയോ അല്ലെങ്കിൽ വേദനിക്കാതെയോ നമുക്ക് നിൽക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള കാഴ്ചകളാണ്
നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അർജുൻ്റെ ലോറി പൂർണ്ണമായും കരയിലേക്ക് എത്തിച്ച ശേഷം അതിൽ ആ ക്യാബിൻ വെട്ടിപ്പൊളിച്ച് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള വസ്തുക്കൾ, അത് പാത്രങ്ങളുണ്ട്, കളിപ്പാട്ടങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ മറ്റു വസ്ത്രങ്ങൾ, അർജുൻ തന്നെ ധരിച്ചിട്ടുള്ള, അർജുൻ്റെ സഹോദരൻ ഉൾപ്പെടെ സ്ഥിരീകരിച്ചിട്ടുള്ള ആ വസ്ത്രങ്ങളുണ്ട്. അങ്ങനെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ ഗംഗാവലി പുഴയോരത്ത് കാണാൻ സാധിക്കുന്നത്. ഒട്ടും നമുക്ക് നമ്മൾ ഇത്തരത്തിൽ പ്രതീക്ഷിക്കുന്നതല്ല. ഈ അർജുൻ എന്തായാലും ജീവനോടെ തിരിച്ചു വരില്ല. ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടതാണെങ്കിൽ പോലും ഇത്തരം കാഴ്ചകൾ ആരുടെയായാലും ഉള്ളൊലിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ശ്രീനാഥ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. സത്യത്തിൽ ഇത് വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. ആര് ആയാലും ഇവിടെ അർജുൻ്റെ ബന്ധുക്കൾ മാത്രമല്ല, ഇത് കണ്ടു നിൽക്കുന്ന മാധ്യമപ്രവർത്തകർക്കും എല്ലാവർക്കും വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇങ്ങനെ ഒരു അവസാനം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. എന്നാൽ പോലും അത് സംഭവിക്കുന്ന ആ നിമിഷം അത് മറികടക്കുക വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. കുടുംബത്തിന് മാത്രമല്ല, അർജുന് വേണ്ടി കാത്തിരുന്ന ഒരു വലിയ ജനമുണ്ട്. അവർക്കൊക്കെ തന്നെ വലിയ വേദന ഉണ്ടാക്കുന്ന കാഴ്ചയാണ്. ഇന്നലെ അർജുന്റെ മൃതദേഹം പുറത്തേക്ക് എടുക്കുന്ന ഘട്ടത്തിൽ എത്രത്തോളം വേദനിച്ചോ ഏതാണ്ട് അതിന് തുല്യമായ വേദന ഇന്ന് ഈ കാഴ്ചകൾ കാണുമ്പോൾ സ്വാഭാവികം തോന്നുന്നുണ്ട്. അർജുന്റെ ഓരോ ഓർമ്മകളാണ്. ഈ പാത്രങ്ങളായിക്കോട്ടെ, അർജുന്റെ വസ്ത്രങ്ങളായിക്കോട്ടെ, വാച്ചുണ്ട്, 2 മൊബൈൽ ഫോണുണ്ട്. അങ്ങനെ ഓരോ വസ്തുക്കൾ തിരിച്ചറിഞ്ഞ് ജിതിൻ അതൊക്കെ ഏറ്റുവാങ്ങി സഹോദരൻ കൊടുക്കുന്നു, അഭിജിത്തിന് കൊടുക്കുന്നു. ആ ഒരു നിമിഷത്തിൽ അവർ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ അത് വളരെ വേദനിപ്പിക്കുന്നതാണ്. ഏതായാലും ക്യാബിൻ ഇപ്പോൾ പൂർണ്ണമായി തന്നെ വെട്ടിപ്പൊളിച്ച് അതിനുള്ള വസ്തുക്കളൊക്കെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ശിരൂരിൽ ഈ ഗംഗാവലി തീരത്ത് ഏതെങ്കിലും തരത്തിലുള്ള തെരച്ചിൽ അവിടെ ബാക്കിയില്ല, അർജുനുമായി ബന്ധപ്പെട്ട് ബാക്കിയില്ല. അതേസമയം മറ്റു 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്. ലോകേഷും ജഗന്നാഥും. അവർക്ക് വേണ്ടിയുള്ള ഡ്രഡ്ജിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട് ഈ തീരത്ത്. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ അവസാനിക്കുന്നു. ഇനി DNA പരിശോധന ഫലം കിട്ടിയതിനു ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളും വളരെ വേഗത്തിൽ തന്നെ നടക്കും. അഷ്മി, അത് തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഉടൻ തന്നെ അർജുനെ നാട്ടിൽ, അതായത് ജന്മനാട്ടിലേക്ക് അർജുൻ്റെ മൃതദേഹം എത്തിക്കണം. അതിനുവേണ്ടി ആ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കണം എന്നതാണ് അർജുൻ്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. തൊട്ട് അല്പം മുമ്പാണ് ജില്ലാ പോലീസ് മേധാവി ഇവിടെ എത്തുകയും അതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുകയും ചെയ്തത്. DNA പരിശോധന അത് നിയമപരമായിട്ടുള്ള അതിൻ്റെ പ്രൊസീജിയറാണ്. അത് നാളെ തന്നെ ലഭിക്കും, ആ പരിശോധനാ ഫലം ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടുത്തെ ജില്ലാ ഭരണകൂടമുള്ളത്. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അതായത് കർണാടക സർക്കാർ പൂർണ്ണ ചെലവ് വഹിക്കും. കർണാടക പോലീസ് ഈ മൃതദേഹവുമായിട്ടുള്ള ആംബുലൻസിനെ അനുഗമിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ സജ്ജീകരണം, പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ പൂർത്തീകരിക്കും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടർ തന്നെ അതിന്റെ ഏകോപനം ഏറ്റെടുത്താണ് നടത്തുന്നത്. ഇന്നലെ തന്നെ കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട്. ഇനി എത്രയും വേഗം അർജുന്റെ മൃതദേഹം ഈ കോഴിക്കോട്ടേക്ക്, ജന്മനാട്ടിലേക്ക് എത്തിക്കുക എന്ന നടപടികൾ വേഗത്തിലാക്കുക, അതുമാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അഷ്മി, FSL ലാബിൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ അരുൺ? ഇപ്പോൾ ഒരു DNA പരിശോധനയ്ക്ക് അതിൻ്റെതായ നിയതമായ സമയം ഉണ്ട്, അത് കുറയ്ക്കൽ സാധ്യമല്ല എന്ന് പറയുമ്പോൾ പോലും അതിനുശേഷം ഉണ്ടാകുന്ന പ്രൊസീജിയറിൽ വളരെ പെട്ടെന്ന് അതിവേഗം ചെയ്യാൻ കഴിയുന്ന, 1 സെക്കൻഡ് പോലും പാഴാക്കാതെ എത്രയും പെട്ടെന്നാക്കാനുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ടോ? അതിനൊരു കൃത്യമായ മേൽനോട്ടമുണ്ടോ നമ്മുടെ ഭാഗത്തു നിന്നും കർണാടകയുടെ ഭാഗത്തു നിന്നും, അരുൺ? അഷ്മി, നേരത്തെ തന്നെ അർജുന്റെ സഹോദരൻ അഭിജിത്തിന്റെ DNA സാമ്പിൾ ശേഖരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അർജുന്റെ DNA സാമ്പിൾ കൂടി ശേഖരിച്ച് നിലവിൽ അത് മംഗളൂരുവിലെ ഈ ഫോറൻസിക് ലാബിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിന് ഒരു നടപടിക്രമമുണ്ട്. അതിനൊരു ആ നടപടിക്രമങ്ങൾക്കൊരു കാലതാമസമുണ്ട്. അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് ജില്ലാ പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. നാളെയോടെ തന്നെ ആ പരിശോധനാ ഫലം ലഭിക്കും എന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. അതിൽ അപ്പുറത്തേക്ക് വൈകില്ല, മാക്സിമം നാളെ എന്നതാണ് അർജുന്റെ കുടുംബം, ഈ ജിതിൻ ഉൾപ്പെടെയുള്ളവർക്ക് അവർ നൽകിയിട്ടുള്ള വിവരവും അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ നാളെ പരിശോധനാ ഫലം ലഭിച്ചാൽ പിന്നെ മറ്റ് നടപടിക്രമങ്ങളില്ല. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിക്കും. ആ പരിശോധന DNA ഫലം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി മറ്റെല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ആ കാര്യങ്ങളിൽ ജില്ലാ ഭരണകൂടം കൃത്യമായ ഏകോപനത്തോടുകൂടി ഇടപെടുന്നുണ്ട്. അല്പസമയം മുമ്പ് SP-യും കാർവാർ MLA ഉൾപ്പെടെ ഈ കാര്യങ്ങൾ, സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടി ഈ ദൗത്യമേഖലയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിരുന്നു. ജില്ലാ കളക്ടർക്ക് നേരിട്ട് അതിനുള്ള ഏകോപനത്തിന് വേണ്ടിയുള്ള നിർദ്ദേശം സർക്കാർ തലത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. ആ രീതിയിൽ അത് കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതെന്തെങ്കിലും ഒരു ആക്ഷേപത്തിന് വഴി വെക്കാതെ തന്നെ ആ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഏറ്റവും വേഗത്തിൽ അത്തരം നടപടിക്രമങ്ങൾ ഇനി വൈകാതെ ഏറ്റവും വേഗത്തിൽ അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ്. അത്തരം നടപടികൾ അത് വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാനാകും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് ശിരൂരിൽ നിന്നും ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി. നേരത്തെ ശ്രീനാഥ് പറയുന്നത് പോലെ ഇന്നലെ അർജുൻ്റെ മൃതദേഹം കണ്ടെത്തുമ്പോൾ തോന്നി അതേ സങ്കടവും അതേ വേദനയും ഇന്ന് അർജുൻ
അർജുൻ്റെ പ്രിയപ്പെട്ട പുത്രനായി വാങ്ങിയ കളിപ്പാട്ടം കാണുമ്പോൾ നമുക്കൊക്കെ തോന്നുകയാണ്. റീന സതീശൻ പറയുന്നത്, ആഷ്മിയ കളിപ്പാട്ടം നോക്കാൻ കഴിയുന്നില്ല, നെഞ്ചിലെന്തോ വലിയ ഭാരം തങ്ങിയതുപോലെയുണ്ട്. നമുക്കിങ്ങനെയാണെങ്കിൽ ഇതൊക്കെ കാണുന്ന വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും? 101% ശരിയാണ്. പക്ഷേ അർജുൻ്റെ ഭാര്യ അവിടെയുള്ള ജിതിനോടും അർജുൻ്റെ സഹോദരൻ അഭിജിത്തിനോടും പറഞ്ഞിരിക്കുന്നത് ഒന്നുപോലും വിടാതെ എല്ലാം പിറക്കിയെടുത്ത് കൊണ്ടുവരണം എന്നാണ്, എല്ലാം വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കളിപ്പാട്ടവും ആ ഉള്ള ബാഗും ആ പാത്രങ്ങളും അവസാന സമയം അർജുനൊപ്പം എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നോ അതൊക്കെ ഈ കാലാകാലങ്ങളിൽ അത് കാണുമ്പോൾ സങ്കടവും വേദനയൊക്കെ ആണെങ്കിലും അത് പക്ഷേ അർജുൻ്റെ സാന്നിധ്യമായി ആ വീട്ടിലുണ്ടാകും. അത് നൽകുന്ന ആശ്വാസം ചെറുതാവില്ല എന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും ആ അധ്യായം അങ്ങനെ ശുഭകരമല്ലാതെ എന്ന് തന്നെ പറയാം. പക്ഷേ ഒരു ശാന്തമായി അവസാനിക്കട്ടെ എന്ന് മാത്രമേ പ്രതീക്ഷിക്കാൻ കഴിയൂ. എന്തായാലും മലയാളികൾക്കാകെ തീരാ നോവാവുന്നു അർജുൻ എന്തു സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയതിൻ്റെ ആശ്വാസത്തിലാണ് കുടുംബം. ചേർത്ത് പിടിച്ചവർക്ക് നിറകണ്ണുകളോടെ നന്ദി പറയുകയാണ് ആ മനുഷ്യർ. അർജുൻ എന്ന 30-കാരനായി ഒരു നാടും കേരളക്കരയും കാത്തിരുന്നത് നീണ്ട 72 ദിവസമാണ്. ആദ്യ നാളുകളിൽ ജീവനോടെ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയായിരുന്നു കുടുംബത്തിന്. ആ പ്രതീക്ഷയും പതിയെ ഇല്ലാതായി. കാലാവസ്ഥ പ്രതികൂലമായതുൾപ്പെടെയുള്ള പ്രതിസന്ധികളെ അതിജീവിച്ച് അർജുനെ കണ്ടെത്തിയപ്പോൾ തിരിച്ചു കിട്ടിയല്ലോ എന്ന ആശ്വാസം. എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അർജുൻ്റെ അടുത്ത് എത്തിപ്പെടാം. ഇനി പലരും പല രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു, എല്ലാവർക്കും ഒരു ഉത്തരം കിട്ടി. കുടുംബത്തിനൊപ്പം ഒറ്റക്കെട്ടായി നിന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഈ ഒരു അവസരത്തിൽ നമുക്ക് ഒരുപാട് പേരെ ഓർക്കാനുണ്ട്. അതായത് ആദ്യം മുതൽ ഇതുവരെ കൂടെ നിന്ന ഒരുപാട് മലയാളികളുണ്ട്, ഒരുപാട് പേര്. അതേമാതിരി നമ്മുടെ ഗവൺമെൻറ് ആണെങ്കിലും ഇവിടെ എന്നും വന്ന് നമ്മുടെ കുടുംബത്തിന് ചേർത്ത് പിടിച്ച ഒരുപാട് ആളുകളുണ്ട്. കൃഷ്ണ തകർന്നു പോയപ്പോൾ ഞങ്ങൾ ഇനി എന്ത് ചെയ്യുന്നൊരിതുണ്ടായിരുന്നു. അവർക്ക് ജോലി കൊടുത്ത നമ്മുടെ സർക്കാരിനോടും അതേമാതിരി ഡ്രഡ്ജിങ് സാധ്യമാക്കി അർജുനെ തിരികെ തന്ന നമ്മുടെ കർണാടക സർക്കാരിനോടും എല്ലാവരുടെ അടുത്തും ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ്. വീട്ടുവളപ്പിലാണ് അർജുന്റെ സംസ്കാര ചടങ്ങുകൾ. നാട്ടിലെ പരിപാടികളിൽ ഏറെ സജീവമായവൻ, ഒരു വീടിന് ആശ്രയമായവൻ, അവന് അന്ത്യയാത്ര നൽകാൻ നാട് തയ്യാറെടുക്കുകയാണ് കണ്ണീരോടെ. 24 കോഴിക്കോട്. ഷിരൂരിൽ അർജുനെ കണ്ടെത്താനുള്ള ദൗത്യത്തിന് കരുത്തു പകർന്ന് കൂടെ നിന്നത് ലോറിയുടെ മനാഫായിരുന്നു. ഒരുപക്ഷെ മനാഫ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ ദൗത്യം പൂർണ്ണമാകുമായിരുന്നില്ല. ആ തിരച്ചിൽ ദിനങ്ങളെക്കുറിച്ച്, ആ സങ്കടങ്ങളെക്കുറിച്ച് മനാഫ് 24-ൽ ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ തുറന്നു പറഞ്ഞു. വെയിലും മഴയും അറിയാതെ കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി ഗംഗാവലിപ്പുഴയുടെ തീരങ്ങളിൽ 72 നാൾ നിന്നൊരു മനുഷ്യൻ. കൂടപ്പിറപ്പിനെ പോലെ കണ്ട തൊഴിലാളിക്ക് എന്തു പറ്റി എന്നറിയാനായി അയാൾ നടത്തിയ പോരാട്ടം കൂടിയാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തുന്നതിലേക്ക് നയിച്ചത്. ഈ ദിവസങ്ങളിൽ താൻ താങ്ങിയ ഭാരം എത്രത്തോളമാണെന്ന് ആർക്കും മനസ്സിലായില്ലെന്ന് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ മനാഫ് വിവരിച്ചു. ചില ഘട്ടത്തിൽ എനിക്ക് തന്നെ തോന്നിക്കണം എനിക്ക് ഭ്രാന്തായോ എന്നുള്ളത്. ഞാൻ ആ പോയതിൻ്റെ സൈഡിൽ കൂടെ എനിക്ക് വെയിലും ഓർമ്മയില്ല, മഴ ഓർമ്മയില്ല, അങ്ങനെ ആയിപ്പോയി. ചിലപ്പോൾ എന്താ പറയുക, കിട്ടുന്നുള്ള ഉള്ളിലുള്ള ആ വിശ്വാസം കൊണ്ടായിരിക്കും. കുടുംബത്തെ മറന്ന, കച്ചവടം മറന്ന 72 ദിവസങ്ങൾ, അധികാരികളുടെ വാതിലുകളിൽ മുട്ടി തളർന്നുപോയ നിമിഷങ്ങൾ. അത്ര കണ്ട് അർജുന് വേണ്ടി നിലകൊണ്ടിട്ടും ചിലർ മനാഫിനെ തീവ്രവാദിയാക്കി, കള്ളക്കടത്തുകാരനാക്കി. അക്കൂട്ടരോട് ഈ മനുഷ്യൻ ഇന്ന് വിളിച്ചു പറയുകയാണ്, മാനവ സ്നേഹമെന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്ക്. യൂട്യൂബ് ചാനലുകാർ ഇടുന്ന വീഡിയോകളും, അതായത് നക്സലാണ്, കൊലപാതകമാണ്, ഇങ്ങനെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആകെ തകർന്നു പോയി. ഒരുപാട് ദിവസങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിക്കണം ഈ വിഷയത്തിൻ്റെ പേരിൽ. തകർന്നു പോകുമെന്ന് കരുതിയ സമയത്തൊക്കെയും അർജുന്റെ അമ്മയുടെ വാക്കുകളാണ് തനിക്ക് ശക്തി നൽകിയതെന്ന് മനാഫ് പറയുന്നു. ഡെയിലി അമ്മൻ്റെ മെസ്സേജ് വരും, അതായത് വോയിസ് മെസ്സേജ് വരും. തളരരുതേ എന്നാണ് എപ്പോഴും പറയുക. ആര് തളർന്നാലും മനാഫ് തളരരുതേ എന്നറിയും. കറക്റ്റ് ഞാൻ തളർന്ന് നിൽക്കുന്ന സമയത്തായിരിക്കും ആ ഒരു മെസ്സേജ് വരിക. അപ്പം അത് വല്ലാത്തൊരു ഊർജ്ജമാണ് നൽകുന്നത്. ഒടുവിൽ മനാഫിന് അർജുനെ കണ്ടെത്താനായി. വരും കാലങ്ങളെ അതിജീവിക്കാൻ അർജുന്റെ ഓർമ്മകൾ മനാഫിന് കരുത്താകട്ടെ. ഇതിൻ്റെ ഒന്നും റിസൾട്ട് കിട്ടാതായപ്പോൾ ഞാൻ തന്നെ ഗംഗാവലിപ്പുഴൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ഞാൻ അർജുനോട് ചോദിച്ചിരിക്കുന്നു, ഇങ്ങനെയൊക്കെ കളിച്ചിട്ട് എവിടാണ്ടോ എന്ന് ചോദിക്കുന്നു. കാരണം ഇത്രയൊക്കെ കളിച്ചിട്ടും കിട്ടണില്ല അറിയുമ്പോൾ അത്ഭുതമായി എനിക്കത്. റിസർച്ച് ഡെസ്ക് 24 എന്ന് മനാഫ് തന്നെ പറയുന്നുണ്ട്. അത് ഏറ്റവും ഒടുവിൽ തന്നെ പറയുന്നത്, എനിക്ക് വണ്ടിയും തടിയൊന്നും എൻ്റെ പ്രശ്നമല്ല, മനാഫിൻ്റെ പ്രിഫറൻസ് അർജുൻ തന്നെയായിരുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ നോക്കുക എന്നുള്ളതാണല്ലോ. പൂരം കലക്കലിൽ വീണ്ടും അന്വേഷണമോ?
തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളി സർക്കാർ. ADGPക്കെതിരെ DGP ഉന്നയിച്ച കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്നാണ് ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹയുടെ ശുപാർശ. പൂരം കലക്കലിൽ മറ്റൊരു അന്വേഷണം വേണമെന്നും ശുപാർശയിലുണ്ട്. തൃശൂർ പൂരം കലക്കലിൽ ഗൂഢാലോചന നടന്നിട്ടില്ലെന്ന ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളിയാണ് സർക്കാർ തുടരന്വേഷണത്തിന് ഒരുങ്ങുന്നത്. ADGPയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചെന്ന DGPയുടെ കണ്ടെത്തൽ അംഗീകരിച്ച ആഭ്യന്തര സെക്രട്ടറി പൂരം കലക്കലിൽ വിശദാന്വേഷണം നടത്തണമെന്നും ADGPക്കെതിരെ മറ്റൊരു അന്വേഷണം വേണമെന്നും നിർദ്ദേശിച്ചു. സ്ഥലത്തുണ്ടായിട്ടും പൂരം തടസ്സപ്പെട്ടപ്പോൾ അജിത് കുമാർ ഇടപെടാത്തതിൽ കടുത്ത വിമർശനമാണ് DGP ഉന്നയിച്ചത്. റിപ്പോർട്ട് 5 മാസം വൈകിയതിലുമുണ്ട് കുറ്റപ്പെടുത്തൽ. ADGPയുടെ റിപ്പോർട്ടിന്മേൽ DGP കവറിംഗ് ലെറ്ററായി വീഴ്ചകൾ എഴുതിയതോടെയാണ് സർക്കാർ അന്വേഷണത്തിലേക്ക് എത്തിയത്. CPയുടെ രാഷ്ട്രീയ സമ്മർദ്ദവും തുടരന്വേഷണത്തിന് സമ്മർദ്ദം കൂട്ടി. എന്നാൽ അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന റിപ്പോർട്ടിൽ ശുപാർശയില്ല. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമായിരിക്കും പൂരം കലക്കലിൽ ഉണ്ടാവുക. ഇതു സംബന്ധിച്ച ഉത്തരവ് വൈകാതെ പുറത്തിറങ്ങും. ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുമെന്നായിരുന്നു മന്ത്രിസഭാ യോഗത്തിലെ മുഖ്യമന്ത്രിയുടെ നിലപാട്. 24 തിരുവനന്തപുരം. അതേസമയം ശരിയായ അന്വേഷണമാണ് വേണ്ടതെന്നും ഇനി നീട്ടിക്കൊണ്ടു പോകരുതെന്നും VS സുനിൽകുമാർ. ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായ റിപ്പോർട്ടാണ് പുറത്തു വരേണ്ടതെന്നും VS സുനിൽകുമാർ 24നോട് പറഞ്ഞു. പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടട്ടെ, അതുവരെ കാത്തിരിക്കാമെന്ന് മന്ത്രി കെ രാജൻ പറയുന്നു. 4 പ്രധാനപ്പെട്ട അന്വേഷണം നടക്കുമ്പോഴും MR അജിത് കുമാർ ADGP സ്ഥാനത്ത് തുടരുകയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. മുഖ്യമന്ത്രിക്ക് അജിത് കുമാറിനോട് എന്തൊരു കരുതലാണ് എന്നും ചോദിക്കുന്നു VD സതീശൻ. അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ സർക്കാരിന് സ്വീകാര്യമല്ലാത്തതുകൊണ്ടായിരിക്കണം ആ റിപ്പോർട്ട് തള്ളിയിരിക്കുന്നത്. ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. പൂച്ച കറുത്താണെങ്കിലും വെളുത്താണെങ്കിലും എലി പിടിക്കുന്നു പറയുന്ന പോലെ റിപ്പോർട്ട് ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായ റിപ്പോർട്ട് വരണം. അത് നീണ്ടുപോകാൻ പാടില്ല. എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി അന്വേഷണം നീട്ടി കൊണ്ടുപോകാൻ പാടില്ല. അന്വേഷണം ഏതാണെങ്കിലും അത് പെട്ടെന്ന് ചെയ്യണം. ഏപ്രിൽ 23 DGPയോട് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. റിപ്പോർട്ട് DGP മുഖ്യമന്ത്രിക്ക് കൈമാറി. മുഖ്യമന്ത്രി അത് വകുപ്പ് സെക്രട്ടറിയുടെ ശുപാർശയോടുകൂടി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ആ റിപ്പോർട്ട് വന്നാൽ ആ കാര്യത്തിൽ ഞങ്ങളത് കാണും. കണ്ടതിന് ശേഷം എങ്ങനെ വേണം, റിപ്പോർട്ടിൽ നമ്മൾ ഉന്നയിക്കപ്പെട്ട പൂർണ്ണമായ കാര്യങ്ങളുണ്ടോ, റിപ്പോർട്ടിൽ എന്താണ് നിഗമനങ്ങൾ, തുടരന്വേഷണത്തിൻ്റെ ആവശ്യകതയുണ്ടോ, ഇതെല്ലാം അത് പിന്നെ ആഭ്യന്തര സെക്രട്ടറി കൈമാറിയതിന് ശേഷം നമുക്ക് തീരുമാനമെടുക്കാം. അതുവരെ ഒന്ന് കാത്തിരിക്കുക, അത്രേ ഉള്ളൂ. പ്രതിപക്ഷം ആദ്യം മുതലേ ആവശ്യപ്പെടുന്നത് പൂരം കലക്കിയതിനെ കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ്. ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ചെയ്താണ്. ഞാൻ ചോദിക്കട്ടെ, ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുക? ഇപ്പം എത്ര അന്വേഷണമാണ്? 4 അന്വേഷണം ഈ ADGPക്കെതിരെ നടത്തുമ്പോഴും അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് എന്തൊരു കരുതലാണ്, എന്തൊരു കരുതലാ ഈ ADGPയോട്. കാരണം അദ്ദേഹം പറഞ്ഞാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതല്ല. മാണിക്കനം പറയുന്നു സുനിൽകുമാറിന് തോറ്റതിൻ്റെ സങ്കടം മാറിയിട്ടില്ല. അങ്ങനെയല്ല കാണേണ്ടത്. അവിടെ കഴിഞ്ഞ സർക്കാരിലെ മന്ത്രിയായിരുന്നു, ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിയായിരുന്നു. VS സുനിൽകുമാർ പറയുന്നു പൂരം കലക്കിയതാണെന്ന്, K മുരളീധരൻ കോൺഗ്രസും പറയുന്നു പൂരം കലക്കിയതാണെന്ന്, BJP പറയുന്നു പൂരം കലക്കിയതാണെന്ന്. അപ്പോൾ ആരാണ് കലക്കിയത് എന്ന് അന്വേഷിക്കണ്ടേ? അതിൽ VS സുനിൽകുമാർ ജയപരാജയവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? തൃശൂർ പൂരം നിർത്തിവെച്ചതിന് പിന്നാലെ സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നതിനെതിരെ പരാതി. ആംബുലൻസ് ദുരുപയോഗം ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി അഭിഭാഷകൻ K സന്തോഷ് കുമാറാണ് പരാതി നൽകിയത്. അന്ന് കേസെടുക്കാത്ത പോലീസ് ഇന്നെങ്കിലും കേസെടുക്കാൻ തയ്യാറാകണമെന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ പ്രതികരിച്ചു. തൃശൂർ പൂരം നിർത്തിവെച്ചതിന് പിന്നാലെ സേവാഭാരതിയുടെ ആംബുലൻസിലായിരുന്നു സുരേഷ് ഗോപി തിരുവമ്പാടി ദേവസ്വം ഓഫീസിലേക്ക് എത്തിയത്. അന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ദൃശ്യങ്ങളാണ് വീണ്ടും സുരേഷ് ഗോപിയെയും BJPയെയും വെട്ടിലാക്കുന്നത്. സ്വരാജ് റൗണ്ടിലേക്കുള്ള എല്ലാ വഴികളും പോലീസ് അടച്ചതോടെയാണ് നിയമം ലംഘിച്ച സുരേഷ് ഗോപി ആംബുലൻസിലെത്തിയത്. BJPയുടെ പ്രചാരണ ചുമതലയുണ്ടായിരുന്ന വരാഹെ അനലിറ്റിക്സിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിരുന്നു ആംബുലൻസിലുള്ള യാത്ര എന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇതിനിടെയാണ് അഭിഭാഷകനായ അഡ്വക്കേറ്റ് K സന്തോഷ് കുമാർ മോട്ടോർ വാഹന വകുപ്പിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയത്. ആംബുലൻസ് യാത്രയിൽ അന്ന് കേസെടുക്കാതിരുന്ന പോലീസ് ഇന്നെങ്കിലും കേസെടുക്കാൻ തയ്യാറാകണമെന്ന VS സുനിൽകുമാർ. അടിയിൽ ലച്ചിപ്പം എന്ന് വന്ന് പറയുന്ന രീതിയിലേക്കുള്ള ആ വരവിനെ സംബന്ധിച്ച് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വന്നു. അന്നൊന്നും ആരും കണ്ടിട്ടില്ലത്. കണ്ടിട്ടുണ്ട്, പക്ഷെ ആരും പറഞ്ഞിട്ടില്ല. അന്ന് കേസെടുക്കാത്ത ആൾക്കാർ ഇന്നെങ്കിലും കേസെടുക്കാൻ തയ്യാറാവണം. ദൃശ്യങ്ങളടക്കം പ്രചരിച്ചിട്ടും ആംബുലൻസ് യാത്രയിൽ കേസെടുക്കാത്ത പോലീസ് നടപടിയിൽ LDFിൽ തന്നെ കടുത്ത പ്രതിഷേധമാണുള്ളത്. 24 തൃശൂർ.
അടങ്ങാനൊരുക്കമല്ല അൻവർ, ഇനി പൊട്ടിത്തെറിച്ച് പുറത്തേക്കാണോ എന്ന ചോദ്യമാണ്. രാജിവെക്കുമോ PV അൻവർ? മുഖ്യമന്ത്രിയും പാർട്ടിയും തള്ളിപ്പറഞ്ഞതോടെ PV അൻവർ MLA കടുത്ത തീരുമാനങ്ങളിലേക്കെന്ന് സൂചന. CPIM നിർദ്ദേശം തള്ളി തുറന്ന പോരിനൊരുങ്ങുകയാണെന്ന സന്ദേശവും PV അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നൽകുന്നു. നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നതാണ് PV അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇന്ന് വൈകിട്ട് 4:30 PV അൻവർ മാധ്യമങ്ങളെ കാണും. CPM-ന്റെ ചരിത്രത്തിലില്ലാത്ത വിധം ഇടത് MLA ആയ PV അൻവർ നേതൃത്വത്തെ വെല്ലുവിളിക്കുകയാണ്. CPM അഭ്യർത്ഥന മാനിച്ച് പരസ്യ പ്രസ്താവനകളിൽ നിന്നും മാറി നിൽക്കുന്നുവെന്നറിയിച്ച അൻവർ ഇന്നലെ സർക്കാർ തീരുമാനത്തെ പരിഹസിച്ചു. RSS ADGP കൂടിക്കാഴ്ചയിലെ അന്വേഷണം ഈ വർഷത്തെ ഏറ്റവും വലിയ തമാശ എന്നായിരുന്നു അൻവർ പറഞ്ഞത്. വിശ്വാസത്തിനും വിധേയത്വത്തിനും മുകളിലാണ് ആത്മാഭിമാനം. അത് കൂടുതലാണെന്നും നീതിയില്ലെങ്കിൽ തീയാവുമെന്നും ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു. 4:30 നിലമ്പൂരിൽ മാധ്യമങ്ങളെ കാണും. കടുത്ത തീരുമാനങ്ങളിലേക്ക് അൻവർ കടക്കുമെന്നാണ് സൂചന. തിരൂരങ്ങാടിയിൽ നിന്ന് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച നിയാസ് പുളിക്കലകത്തും മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തെത്തി. രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയണം. നേതാക്കൾക്ക് ആർജവമില്ലെങ്കിൽ അണികൾക്കിടയിൽ നിന്ന് ഉണ്ടാകും. തന്റെയും മക്കളുടെയും മരുമക്കളുടെയും ഭാവി ഭാസുരമാക്കാൻ പ്രസ്ഥാനത്തെ ആരൊറ്റിയാലും എതിർക്കണമെന്നും ഫേസ്ബുക്കിൽ എഴുതി. പരസ്യ പ്രസ്താവന തുടർന്നാൽ നിലവിൽ പാർലമെന്ററി പാർട്ടി അംഗമായ അൻവറിനെ നിയമസഭാ കക്ഷി യോഗം വിളിച്ചു ചേർത്ത് തിരുത്തുന്നതിലേക്ക് പാർട്ടി കടക്കും. അതിനു മുൻപ് അൻവർ നടത്തുന്ന ഇന്നത്തെ നീക്കം നിർണായകമാണ്. 24 മലപ്പുറം. സുപ്രീം കോടതിയിൽ വിചിത്രവാദങ്ങളുമായി സിദ്ദീഖ്. ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആരോപണങ്ങളുമായി നടൻ സിദ്ദീഖ്. താരസംഘടന അമ്മയും WCCയും തമ്മിലെ തർക്കത്തിന്റെ ഇരയാണ് താൻ. ശരിയായ അന്വേഷണം നടത്താതെയാണ് ബലാത്സംഗ കേസിൽ പ്രതിയാക്കിയതെന്നും സിദ്ദീഖ് പറയുന്നു. സിദ്ദീഖിന്റെ വാദങ്ങളോട് യോജിക്കാൻ കഴിയില്ലെന്ന് ദീദി ദാമോദരൻ 24-നോട് പ്രതികരിച്ചു. ഹൈക്കോടതിയിൽ സിദ്ദീഖിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ പരാതിക്കാരിക്കെതിരായ ആരോപണങ്ങളെ കേന്ദ്രീകരിച്ചാണ് വാദമുന്നയിച്ചത്. എന്നാൽ മലയാള സിനിമയിലെ സംഘടനകൾ തമ്മിലുള്ള ചേരിപ്പോരിന്റെ ഇരയാണ് സിദ്ദീഖ് എന്നാണ് സുപ്രീം കോടതിയിൽ വാദിക്കുക. താരസംഘടനയായ അമ്മയും WCCയും തമ്മിൽ നടക്കുന്ന തർക്കത്തിന്റെ ഇരയാണ് താനെന്നാണ് സിദ്ദീഖ് സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷയിൽ വിശദീകരിച്ചിരിക്കുന്നത്. ജാമ്യാപേക്ഷയിൽ പോലീസിനെതിരെയും ആരോപണമുണ്ട്. ശരിയായ അന്വേഷണം പോലും നടത്താതെയാണ് ബലാത്സംഗ കേസിൽ പ്രതിയാക്കിയതെന്നാണ് ആരോപണം. സിദ്ദീഖായാലും ആരായാലും നിയമത്തിന് മുന്നിൽ വേർതിരിവില്ലെന്നും സിദ്ദീഖിന്റെ വാദത്തോട് യോജിക്കാൻ കഴിയില്ലെന്നും ദീദി ദാമോദരൻ 24-നോട് പറഞ്ഞു. അദ്ദേഹത്തിന് ഡിഫൻസിന് എന്ത് വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം. അദ്ദേഹത്തിന് ഇപ്പൊ സ്വയം ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണല്ലോ അദ്ദേഹം നിൽക്കുന്നത്. WCC ഏതെങ്കിലും പ്രത്യേകമായിട്ട് വ്യക്തികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളെയോ പേരെടുത്ത് പറഞ്ഞ് അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല. സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷിക രഞ്ജിത റോത്തക്കി കോടതി രജിസ്ട്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതിജീവിതയും സംസ്ഥാന സർക്കാരും സിദ്ദീഖിന്റെ ജാമ്യാപേക്ഷയ്ക്കെതിരെ തടസ്സഹർജി നൽകിയിട്ടുണ്ട്. 24 ഡൽഹി. ഒളിവിൽ പോയ സിദ്ദീഖിന്റെ വാഹനത്തിന്റെ GPS ലൊക്കേഷൻ വിവരങ്ങൾ കണ്ടെത്തി പോലീസ്. സിദ്ദീഖിനെ കുറിച്ച് വ്യക്തമായ വിവരമുണ്ടായിട്ടും പിന്തുടരാതെ അന്വേഷണ സംഘം ആലുവയിൽ തുടരുകയാണ്. കടുത്ത കുറ്റങ്ങളിൽ ആരോപിക്കപ്പെട്ട പ്രതിയെ പിടികൂടുന്നതിൽ പോലീസിന് അമാന്തമുണ്ടായോ എന്ന് CPI മുഖപത്രം ജനയുഗവും കുറ്റപ്പെടുത്തി. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ സിദ്ദീഖിന് ഒളിവിൽ പോകാൻ അവസരമൊരുക്കിയത് പോലീസിന്റെ വീഴ്ചയാണെന്ന് ആരോപണമുയർന്നിരുന്നു. പൊതുപരിപാടികളിലടക്കം പങ്കെടുത്തിരുന്ന സിദ്ദീഖിനെ നിരീക്ഷിക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു. ഇതാണ് കോടതി വിധി വന്നതിന് പിന്നാലെ ഒളിവിൽ പോകാൻ പ്രതിയെ സഹായിച്ചതെന്നും ആരോപണമുണ്ട്. സിദ്ദീഖിന് വേണ്ടി സൈബർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പൊന്നാനിക്കടുത്തുള്ള വെളിയങ്കോട് വരെ സിദ്ദീഖിന്റെ വാഹനത്തിലെ GPS പ്രവർത്തിച്ചിരുന്നതായി കണ്ടെത്തിയത്. പിന്നീട് GPS സംവിധാനം ഓഫ് ചെയ്തു. തിരുവനന്തപുരത്ത് നിന്നെത്തിയ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ആലുവയിൽ തുടരുകയാണ്. സിദ്ദീഖിനെ പിന്തുടരേണ്ട എന്ന് അന്വേഷണ സംഘത്തിന് ഉന്നതതല നിർദ്ദേശം ലഭിച്ചതായി സൂചനയുണ്ട്. സിദ്ദീഖിനെ കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമായിട്ടും അന്വേഷണ സംഘത്തിന്റെ തണുപ്പൻ സമീപനവും വിമർശിക്കപ്പെടുന്നുണ്ട്. സിദ്ദീഖിനെ പിടികൂടാത്തതിൽ പോലീസിനെ വിമർശിച്ച് CPI മുഖപത്രം ജനയുഗവും രംഗത്ത് വന്നു. കടുത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട പ്രതിയെ പിടികൂടുന്നതിൽ പോലീസിന് അമാന്തമുണ്ടായോ എന്നായിരുന്നു ചോദ്യം. ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസ് സ്വീകരിച്ച ജാഗ്രത സിദ്ദീഖിന്റെ കാര്യത്തിൽ ഉണ്ടായോ എന്ന് സംശയിക്കുന്നവരെ എങ്ങനെ കുറ്റപ്പെടുത്തുമെന്നും ലേഖനം ചോദിക്കുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. എല്ലാം ചികഞ്ഞെടുക്കുന്ന മാധ്യമപ്രവർത്തകർ ആംബുലൻസിലെ നിയമവിരുദ്ധ യാത്ര ഇത്രനാളും അറിഞ്ഞിരുന്നില്ലേ? കഷ്ടം തന്നെ ഹാഷ്മി, കഷ്ടം തന്നെ എന്ന് SKML പറയുന്നുണ്ട്. നമ്മൾ സുരേഷ് ഗോപി ആ രാത്രി അവിടേക്ക് എത്തിയത് സേവാഭാരതി ആംബുലൻസിലാണ്. അന്ന് മുതൽ തന്നെ പറയുന്നതാണ്. ആ ദൃശ്യങ്ങൾ പുറത്തു വന്നു എന്നത് മാത്രമാണ് പുതിയ വാർത്ത.
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം നടത്താനുള്ള ദേശീയ വനിതാ കമ്മീഷന്റെ വരവിന്റെ സംശയത്തോടെ കണ്ട് കേരളം. ദേശീയ വനിതാ കമ്മീഷന്റെ സന്ദർശന ലക്ഷ്യം എന്തെന്ന് വ്യക്തമല്ലെന്നായിരുന്നു സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയുടെ പ്രതികരണം. എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കേണ്ടത് കോടതിയെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലേക്ക് എത്തുന്ന ദേശീയ വനിതാ കമ്മീഷനോട് തുറന്ന സമീപനമല്ല സർക്കാരിനും സംസ്ഥാന വനിതാ കമ്മീഷനുമുള്ളത്. വരവിന്റെ ഉദ്ദേശം വ്യക്തമല്ല എന്നാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയുടെ പ്രതികരണം. വരുന്നുവെന്ന് ഫോണിൽ മാത്രമാണ് വിളിച്ചു പറഞ്ഞത്. സംസ്ഥാന വനിതാ കമ്മീഷൻ നടപ്പിലാക്കിയ കാര്യങ്ങൾ വിശദമാക്കുമെന്നും പി സതീദേവി പറഞ്ഞു. ദേശീയ വനിതാ കമ്മീഷൻ മെമ്പർ ശ്രീമതി ഡെലീന കേരളത്തിൽ വരുന്നു എന്നുള്ള അറിയിപ്പ് ഇന്നലെ വനിതാ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരെ ഇന്ന് കാലത്ത് ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. എന്താണ് അവരുടെ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നോട്ടീസിലില്ല. ആര് വേണമെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞ മന്ത്രി സജി ചെറിയാൻ എല്ലാം കോടതിയുടെ മുന്നിൽ പരിശോധനയ്ക്ക് നിൽക്കുന്ന കാര്യമെന്നും കൂട്ടിച്ചേർത്തു. ദേശീയ വനിതാ കമ്മീഷൻ എന്തു ചെയ്യണമെന്ന കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടത് കോടതിയെന്നും സജി ചെറിയാൻ. ദേശീയ വനിതാ കമ്മീഷന്റെ കാര്യമടക്കം സർക്കാർ ചെയ്യേണ്ട കാര്യമടക്കം എല്ലാ കാര്യത്തിലും കോടതിയാണ് പറയേണ്ടത്. അത് കോടതിക്ക് വിട്ടിരിക്കുന്നു. അത് അവർ പറയട്ടെ, അതനുസരിച്ച് നമ്മൾ നീങ്ങും. ഇന്ന് രാത്രിയോടെയാവും ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ കേരളത്തിലെത്തുക. ഗവർണറെ നേരിൽ കാണാനും ഉദ്ദേശമുണ്ട്. സംസ്ഥാനത്തെ കമ്മീഷൻ അംഗങ്ങളുമായും കൂടിക്കാഴ്ച നടത്തും. 24 തിരുവനന്തപുരം. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ എം മുകേഷ് MLA പിന്തുണച്ച് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. കേസിൽ പ്രതി ചേർക്കപ്പെട്ടതുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കേണ്ട എന്നാണ് പ്രതികരണം. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ ജാഗ്രതയോടെ ഇടപെടൽ നടക്കുന്നെന്നും പി സതീദേവി പറഞ്ഞു. കേസിൽ പ്രതിയേർക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് MLA സ്ഥാനം രാജിവെക്കണമെന്നില്ല. അത് ഒരു ധാർമ്മികമായിട്ടുള്ള പ്രശ്നമാണ്. നിയമപരമായിട്ട് രാജിവെക്കേണ്ടുന്ന സാഹചര്യം ഇപ്പോഴില്ല. നിയമപരമായ പ്രശ്നത്തിനപ്പുറം ധാർമ്മികത എപ്പോഴും പറഞ്ഞിരുന്നവരാണ്. അപ്പോൾ ധാർമ്മികമായ പ്രശ്നം കൂടി ഒരു പ്രശ്നമല്ലേ ടീച്ചറെ എന്നാണ് അതിലുള്ള ചോദ്യം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ കോടതിയിൽ ഹാജരായി. വിചാരണ കോടതിയിലാണ് പ്രതികൾ ഹാജരായത്. 6ാം പ്രതി ഹാജരായില്ല. അഭിനന്ദ് YS കൊച്ചിയിൽ ചേരുന്നു. അഭിനന്ദ്, പ്രതികളെ കേൾക്കുക എന്ന പ്രൊസീജിയറിൻ്റെ അവസാനഘട്ട വ്യവഹാര വഴിയാണ് അല്ലേ? തീർച്ചയായും ഹാഷ്മി, ഇപ്പോൾ 2ാം ഘട്ട വിസ്താരത്തിലേക്കുള്ള പ്രാഥമിക നടപടികളാണ് ഇന്ന് പൂർത്തിയായ. നടപടിക്ക് ശേഷം ദിലീപ് ഇന്ന് കോടതിയിൽ നിന്നും ഇറങ്ങി. പൾസർ സുനി അല്പസമയത്തിനകം കോടതിയിൽ നിന്ന് ഇറങ്ങും. 13 പ്രതികളിൽ 12 പേർ ഇന്ന് ഹാജരായി. 6ാം പ്രതി ഇന്ന് ഹാജരായിട്ടില്ല. ഈ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട 5 വിസ്താരങ്ങൾ നടക്കേണ്ടതുണ്ട്. അത് 3ാം ഘട്ട വിസ്താരമാണിത്. ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. നാളെ മുതൽ പ്രതികളെ വിശദമായ വിസ്താരത്തിന് വിധേയമാക്കും. ഓരോരുത്തരെ വിളിച്ചു വരുത്തിയായിരിക്കും ചോദ്യം ചെയ്യുക എന്നതാണ് ഇപ്പോൾ അഭിഭാഷകർ അറിയിച്ചിട്ടുള്ളത്. കോടതിയായിരിക്കും അതിനകത്ത് അന്തിമ വാദം ഉൾപ്പെടെ ഉണ്ടാകുക. എന്തായാലും നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ വിശദമായ വിസ്താരത്തിലേക്ക് 2ാം ഘട്ട വിസ്താരം IPC 207 പ്രകാരമുള്ള വിശദമായ വിസ്താരത്തിലേക്ക് ഇപ്പോൾ കോടതി കടന്നിരിക്കുകയാണ്. അതിനായിട്ടാണ് ഇന്ന് അതിന്റെ പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇന്ന് ദിലീപിനെയും ഉൾപ്പെടെ 13 പ്രതികളെ വിളിച്ചു വരുത്തുന്നത്. ഒരു പ്രതി ഇന്ന് ഹാജരായില്ല. 6ാം പ്രതിയായിരുന്നു ഇന്ന് ഹാജരാവാതിരുന്നത്. 12 പ്രതികൾ ഇന്ന് എത്തി. പൾസർ സുനി അല്പസമയത്തിനകം തന്നെ നടപടികൾ പൂർത്തീകരിച്ച് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിലീപ് ഏതായാലും കോടതിയിൽ നിന്ന് മാറി നാളെ മുതൽ ഓരോരുത്തരെ വിളിച്ച് വിശദമായ വിസ്താരത്തിന് കോടതി വിധേയമാക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഹാഷ്മി, അഭിനന്ദാണ് അതിൻ്റെ വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് കരിന്തളത്ത് പുലി ഇറങ്ങി. കരിന്തളം ചോയങ്കോടാണ് പുലിയെ കണ്ടത്. വനംവകുപ്പ് മേഖലയിൽ പരിശോധന തുടങ്ങി. അരുൺ പാർക്കൽ വിവരങ്ങൾ ചേരുന്നുണ്ട്. അരുൺ, ഇത് പുലി എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് വനംവകുപ്പ്. കൂട് സ്ഥാപിക്കലടക്കം എങ്ങനെയാണ് മുന്നോട്ടുള്ള നടപടികൾ? അരുൺ. ഹാഷ്മി, ഭീമനടി വനംവകുപ്പിന് കീഴിലാണ് ഈ പ്രദേശം വരുന്നത്. കരിന്തളം ചോയങ്കോട് ഭാഗമാണ്. ഇത് പുലിയാണ് എന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് യുവാവ് പുലിയെ കണ്ടത്. പുലിയെ കണ്ടതിന് ശേഷം അതിൻ്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ വനംവകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രദേശം പാറയാണ്. ആ പാറയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ഈ പുലിയുടെ കാൽപ്പാടുകളൊന്നും തന്നെ വനംവകുപ്പിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ വീഡിയോ ദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുലിയാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ചോയങ്കോട് കക്കോൽ മേഖലയിലാണ്. എന്തായാലും ആ പ്രദേശത്ത് ഇപ്പോൾ വനംവകുപ്പ് കൂട് സ്ഥാപിക്കുമെന്ന് ഒടുവിൽ അറിയിച്ചിട്ടുണ്ട്. പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനവുമായിട്ടുണ്ട്. മാത്രമല്ല, വനംവകുപ്പിൻ്റെ ഒരു സംഘം ആ പ്രദേശത്ത് പെട്രോളിംഗ് നടത്തുമെന്നാണ് ഇപ്പോൾ ഒടുവിൽ അറിയിച്ചിരിക്കുന്നത്. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാവിലെ മുതൽ തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്നു. അവർ പരിശോധന ഒക്കെ നടത്തിയിരുന്നു. പക്ഷേ പുലിയുടെ സാന്നിധ്യം എവിടെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ യുവാവ് കണ്ടത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഇപ്പോൾ ഭീതിയിലാണ്. ഹാഷ്മി. അരുൺ പാർക്കലാണ്. പുലി ഇറങ്ങി. സ്വാഭാവികമാണ്, ജനങ്ങൾ വലിയ ഭീതിയിലാണ്. അപ്പോൾ കൂട് സ്ഥാപിക്കലടക്കം മുന്നോട്ടേക്ക് പോവുകയുമാണ്. തൃശ്ശൂരിൽ പട്ടാപ്പകൽ വൻ സ്വർണ്ണ കവർച്ച. സ്വർണ്ണ വ്യാപാരിയും സുഹൃത്തിനെയും ആക്രമിച്ച് 2.5 കിലോ സ്വർണം കവർന്നു.
കോയമ്പത്തൂരിൽ നിന്നും കാറിൽ കൊണ്ടുവന്ന സ്വർണ്ണാഭരണങ്ങൾ 3 കാറുകളിലായി പിന്തുടർന്ന സംഘം തട്ടിയെടുക്കുകയായിരുന്നു. കാറിലുണ്ടായിരുന്നവരെ ചുറ്റിക കൊണ്ട് അടിച്ച് നടത്തിയ കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ഇന്നലെ രാവിലെ 11:15 ദേശീയപാത കുതിരാനിൽ കല്ലിടുക്കിൽ വെച്ചായിരുന്നു സംഭവം. കോയമ്പത്തൂരിൽ പണി കഴിപ്പിച്ച് തൃശൂരിലേക്ക് കാറിൽ കൊണ്ടുവരികയായിരുന്ന 2.5 കിലോ സ്വർണ്ണാഭരണങ്ങളാണ് 3 കാറുകളിലായി മുഖം മറച്ചെത്തിയ സംഘം കവർന്നത്. 2 ഇന്നോവ, 1 റെനോൾട്ട് എന്നീ കാറുകളിലായിരുന്നു കവർച്ചാ സംഘം എത്തിയത്. സ്വർണം കൊണ്ടുവന്നിരുന്ന സ്വിഫ്റ്റ് കാറിനെ പിന്തുടർന്നെത്തിയ സംഘം കാർ തടഞ്ഞു നിർത്തി. ശേഷം കാറിലുണ്ടായിരുന്ന സ്വർണ്ണ വ്യാപാരി തൃശൂർ കിഴക്കേക്കോട്ട സ്വദേശി അരുൺ സണ്ണിയെയും സുഹൃത്ത് പോട്ട സ്വദേശി റോജി തോമസിനെയും കത്തിയും കൈക്കോടാലിയും കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചുറ്റിക കൊണ്ട് ആക്രമിക്കുകയും ചെയ്തു. കാറിൽ നിന്ന് ഇരുവരെയും പുറത്തിറക്കിയ ശേഷം സ്വർണവും കാറും കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. ഇതിനിടെ ഇരുവരെയും കവർച്ചാ സംഘമെത്തിയ കാറിൽ കയറ്റിക്കൊണ്ടുപോയി. പുത്തൂരിൽ വെച്ച അരുൺ സണ്ണിയെയും പാലിയക്കരയിൽ വെച്ച റോജി തോമസിനെയും ഇറക്കി വിടുകയും ചെയ്തു. സംഭവത്തിൽ PG പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അക്രമികളെത്തിയ വാഹനത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. 24 തൃശൂർ. മലപ്പുറം വള്ളികുന്നിൽ നിന്ന് കാണാതായ 15-കാരനെ ഗോവയിൽ കണ്ടെത്തി. എന്നിട്ടും കുടുംബത്തിന് വിട്ടു നൽകുന്നില്ലെന്ന് പരാതി. കടലുണ്ടി നഗരം സ്വദേശി റാഹിൽ റഹ്മാന്റെ മകൻ മുഹമ്മദ് സൽമാനെയാണ് ഗോവയിൽ കണ്ടെത്തിയത്. ഗോവയിൽ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയ കുട്ടിയെ ശിശു സംരക്ഷണ സമിതി വിട്ടു നൽകുന്നില്ല എന്നാണ് കുടുംബത്തിന്റെ പരാതി. സർക്കാർ ഇടപെടണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. ഈ മാസം 19-ന് കാണാതായ മുഹമ്മദ് സൽമാനെ 23-ന് രാത്രി കണ്ടെത്തിയതായി ഗോവ പോലീസാണ് കുടുംബത്തെ അറിയിച്ചത്. പരപ്പനങ്ങാടി പോലീസും കുട്ടിയുടെ പിതാവും 25-ന് ഗോവയിലെത്തി. എന്നാൽ കുട്ടിയെ കുടുംബത്തെ കാണിക്കാൻ പോലും അധികൃതർ തയ്യാറായില്ല. ഗോവ CWC പിരിച്ചുവിട്ടെന്നും പുതിയ കമ്മിറ്റി വന്നാലേ കുട്ടിയെ വിട്ടു നൽകാനാവൂ എന്നുമാണ് അധികൃതരുടെ നിലപാട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച മാതിരിയല്ല. നേരെ ഒരു ലൊക്കേഷൻ കൊടുത്തത് കുട്ടീനെ മാറ്റിയ ഷട്ടറിലേക്കാണ്. അപ്പോൾ അവിടെയൊക്കെ പോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് കോടതി പോയിട്ട് പിന്നെ ജഡ്ജിൻ്റെ ഒപ്പ് കാര്യങ്ങൾ വേണമെന്ന്. അവിടെ നിന്ന് കോടതി പോയപ്പം ജഡ്ജിനെ കണ്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് അത് ശരിയാവില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. എല്ലാവരും കൈമലർത്താണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. സർക്കാർ ഇടപെടൽ തേടുകയാണ് കുടുംബം. മന്ത്രിമാരും നാട്ടുകാർ എല്ലാവരും കൂട്ടിയിട്ട് മോനൊരു തെറ്റ് ചെയ്തിട്ടില്ല. വിഷയത്തിൽ സ്ഥലം MLA P അബ്ദുൽ ഹമീദും ET മുഹമ്മദ് ബഷീർ MPയും ഇടപെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ മകനെ വിട്ടുകിട്ടും എന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. സമീർ ബിൻ കരീം, 24 തിരൂർ. ഇനി സ്പോർട്സ് വാർത്തകൾ. ഇന്ത്യ ബംഗ്ലാദേശ് 2ാം ടെസ്റ്റ് നാളെ കാൺപൂരിൽ തുടക്കമാകും. ഈ മത്സരം കൂടി ജയിച്ച് പരമ്പര തൂത്തുവാരാനാണ് രോഹിത് ശർമ്മയും സംഘവും ഇറങ്ങുന്നത്. ചെന്നൈ ടെസ്റ്റിലെ 280 റൺസിന്റെ വമ്പൻ ജയത്തിന്റെ തിളക്കത്തിൽ കാൺപൂരിൽ കലക്കൻ പ്രകടനത്തിന് ടീം ഇന്ത്യ. അയൽക്കാരെ അടിച്ചൊതുക്കിയും എറിഞ്ഞിട്ടും 1.5 ദിവസം ബാക്കി നിൽക്കുകയായിരുന്നു ചെപ്പോക്കിലെ ഇന്ത്യൻ ജയം. കാൺപൂരിലെ ഗ്രീൻ പാർക്ക് സ്റ്റേഡിയത്തിലും വൻ മാർജിനുള്ള ജയത്തിൽ കുറഞ്ഞതൊന്നും രോഹിത് ശർമ്മയും സംഘവും പ്രതീക്ഷിക്കുന്നില്ല. 4ാം ദിനത്തിലും നന്നായി ബൗൺസ് ലഭിച്ച ചേപ്പോക്കിലെ പിച്ച് പോലെയാവില്ല കാൺപൂരിലേത്. കറുത്ത മണ്ണിലൊരുക്കിയ പിച്ച് സ്പിന്നർമാരെ തുണയ്ക്കുന്നതായതിനാൽ RHനും രവീന്ദ്ര ജഡേജയ്ക്കും പുറമെ കുൽദീപ് യാദവിനെയോ അല്ലെങ്കിൽ അക്സർ പട്ടേലിനെയോ ഇന്ത്യ ആദ്യ 11-ൽ ഉൾപ്പെടുത്തിയേക്കും. അങ്ങനെയെങ്കിൽ സ്ഥാനം നഷ്ടമാവുന്നത് പേസർ ആകാശ് ദീപിനാണ്. ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം നൽകിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ മാറ്റത്തിന് സാധ്യതയില്ല. പരമ്പര നഷ്ടമാവാതിരിക്കാൻ ജയം അനിവാര്യമായ ബംഗ്ലാദേശ് എന്നാൽ സമനില കൊണ്ടെങ്കിലും രക്ഷപ്പെടാനാണ് ശ്രമിക്കുക. ജീവൻ മരണ പോരിനിറങ്ങുന്ന ബംഗ്ലാദേശിന് പക്ഷേ സീനിയർ താരം ഷാക്കിബ് അൽ ഹസന്റെ പരിക്ക് ആശങ്കയാവുന്നു. സ്പോർട്സ് ഡെസ്ക് 24. റീന സതീശൻ പറയുന്നു, ആഷ്മി അഭിനന്ദ് പുതിയ ആളാണല്ലേ? കമന്റ് ബോക്സിലെ സ്ഥിരം പ്രേക്ഷകരെ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞേക്കാം. റിപ്പോർട്ടിങ്ങിൽ തുടക്കക്കാരാണെന്ന് പറയില്ല കേട്ടോ. 24 പ്രൊഡക്റ്റ് ആണോ ആൾ? അതെ, നമ്മുടെ അക്കാഡമി ഇറങ്ങിയിട്ടേ ഉള്ളൂ. മിടുക്കനാ, പൊളിക്കും. ചെസ് ഒളിമ്പ്യാഡിൽ ജേതാക്കളായ ഇന്ത്യൻ ടീമിന് സ്വീകരണം ഒരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു സ്വീകരണം. താരങ്ങളിൽ നിന്ന് ഒളിമ്പ്യാഡ് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ പ്രധാനമന്ത്രി ചരിത്ര നേട്ടത്തിൽ ടീമിനെ അഭിനന്ദിച്ചു. ചെസ് ഒളിമ്പ്യാഡ് ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യ ഓപ്പൺ വനിതാ വിഭാഗങ്ങളിൽ ജേതാക്കളായത്. ശിരൂർ ദൗത്യത്തിൽ ഏവരുടെയും ആശ്രയ കേന്ദ്രമായിരുന്നു കാർവാർ MLA സതീഷ് കൃഷ്ണസൈൽ. തെരച്ചിലിന്റെ ഓരോ ഘട്ടത്തിലും ജനപ്രതിനിധി എന്ന നിലയിൽ സതീഷ് കൃഷ്ണസൈലിന്റെ ഇടപെടൽ നിർണായകമായിരുന്നു. കർണാടക നിയമസഭാ സമ്മേളനം നടക്കുന്ന വേളയിലാണ് ഷിരൂരിലെ മണ്ണിടിച്ചൽ.
ആദ്യഘട്ട രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച സംഭവിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി കർണാടക സർക്കാരിനെതിരെ ഉയർന്നത് വ്യാപക പ്രതിഷേധം. പിന്നാലെ കേരളത്തിന്റെ കടുത്ത സമ്മർദ്ദവും. ഇതിനിടെയാണ് ഷിരൂർ ദൗത്യം ഏകോപിപ്പിക്കാൻ സ്ഥലം MLA-യായ സതീഷ് കൃഷ്ണസേലിനെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിയോഗിച്ചത്. നിയമസഭാ സമ്മേളനത്തിന് അവധി നൽകി MLA ഷിരൂരിൽ ക്യാമ്പ് ചെയ്തു. ദൗത്യം ഊർജിതമാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച നിരന്തര ഇടപെടൽ. That vehicle also we are not getting, and we have bought from National Institute of Technology. We are trying from all the sources, and we have bought from the Navy. We have bought the diving people also, but they have tried their level best, but the water is totally mixed with the mud. പ്രതികൂലമായ കാലാവസ്ഥയും ഗംഗാവലിപ്പുഴയിലെ ശക്തമായ അടിയൊഴുക്കും ദൗത്യത്തിന് പലതവണ വെല്ലുവിളിയായി. അപ്പോഴും തിരച്ചിൽ പൂർണ്ണമായി നിർത്തില്ലെന്ന MLA-യുടെ വാക്കുകളാണ് ആശ്വാസമായത്. Now we got the body and we got the truck. Body, if administration and police department has to take the action. If they doesn't want to claim any DNA, then they can carry also. If they need a DNA, then we will make the DNA, because since this body is whatever we have recovered from the cabin inside. ദൗത്യത്തിന്റെ 72ാം ദിനത്തിൽ അർജുന എന്ത് സംഭവിച്ചുവെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയപ്പോഴും അമരക്കാരനായി സതീഷ് കൃഷ്ണസേൽ ഉണ്ടായിരുന്നു. 24 ഷിരൂർ. അങ്ങനെ ദൗത്യത്തിലുടനീളം അങ്ങനെ കൂടെ നിൽക്കേണ്ട ആവശ്യമൊന്നും ഒരു MLA എന്നുള്ള നിലയ്ക്ക് സതീഷ് കൃഷ്ണസേലിൽ ഇല്ല. അതാരെ ബോധ്യപ്പെടുത്താനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വോട്ട് ഇനി വോട്ട് ബാങ്ക് എന്നൊക്കെ പറയുക, സാധാരണയിൽ പറയുന്ന പോലെ പറയുകയാണെങ്കിലും ഒരു മലയാളിയുടെ തിരച്ചിലിന് അവിടെ നിന്നാൽ കാർവാർ MLA-ക്ക് അങ്ങനെ വോട്ട് ബന്ധം എന്ത് കിട്ടാനാണ്? അപ്പോൾ കാർവാർ MLA ആത്മാർത്ഥമായി ഹൃദയപൂർവ്വം നിന്നതാണ്. ഈ ദിവസങ്ങളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അവിടെ തെരച്ചിൽ നിൽക്കുമ്പോഴൊക്കെ MLA ആദ്യാവസാനം അവിടെ നിൽക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. കാർവാർ MLA-യോട് നമ്മൾ കടപ്പെട്ടവരാണ് ശരിക്കും. ആലപ്പുഴ ഭാഗത്തേക്ക് പോയാൽ അവിടെ കേൾക്കാനുള്ളത് ആർപ്പോ വിളി മാത്രമേ ഉള്ളൂ. വലിയ ആവേശം അവിടെയുണ്ട്. മറ്റന്നാളാണ് ഈ പറയുന്ന ജലോത്സവങ്ങളുടെ രാജാവ് എന്നൊക്കെ പറഞ്ഞ നെഹ്റു ട്രോഫി വള്ളംകളി. അപ്പോൾ ഈ ചുണ്ടൻവള്ളങ്ങളെക്കുറിച്ച് അറിയാത്ത മലയാളി ഉണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. താളത്തിൽ പാടിക്കൊണ്ട് തുഴഞ്ഞ് ശരവേഗത്തിൽ വെള്ളത്തിലൂടെ കുതിച്ചു പായുന്ന വള്ളംകളി നമ്മുടെ സ്വകാര്യ അഹങ്കാരമാണ്. എന്നാൽ അവയുടെ നിർമ്മാണം അത്ര നിസ്സാരമല്ല. ഓരോ കാലത്തും പുത്തൻ പരിഷ്കാരങ്ങൾ വരുത്തിയാണ് ആശാരിമാർ വള്ളം നിർമ്മിക്കുന്നതും പുനർനിർമ്മിക്കുന്നതും. എഴുതപ്പെട്ട തച്ചുശാസ്ത്രമില്ലാത്ത അതീവ സങ്കീർണമാണ് നിർമ്മാണ രീതി. ആറിൻ്റെ കരയിൽ നിർമ്മിക്കുന്ന മാലിപ്പുരകളിലാണ് വള്ളത്തിൻ്റെ നിർമ്മാണം. ആദ്യം പണിയാനൊത്തൊരു ആഞ്ഞിലി വേണം. കിഴക്കൻ തടിയാണെങ്കിൽ ഉത്തമം. തടിയെറുത്തുളികുത്തി തൊട്ടുപണി തുടങ്ങും. കളപ്പലകയിൽ വരച്ച് അതിൽ തുടങ്ങുന്നതാണ് ആശാരിയുടെ കണക്ക്. വള്ളപ്പുര മാലിപ്പുര ഇത് നിരത്തിയതിന് ശേഷം ഇത് കൃത്യമായ വാട്ടർ ലെവലായിരിക്കണം. ഈ വാട്ടർ ലെവലിൽ നമ്മൾ ഇതിൻ്റെ പൊക്കം എല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പൊക്കം കൃത്യമല്ലെങ്കിൽ, ഇപ്പോൾ അമരമാണെങ്കിലും കൂമ്പാണെങ്കിലും പൊക്കമല്ലെങ്കിൽ അത് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ മാറ്റം വരും. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഒരു വള്ളം കൂമ്പ് അമരം താന്നു കിടന്നൊരു വള്ളം ഇപ്പോഴത്തെ കണ്ടിട്ട് ഇപ്പോൾ ലക്ഷങ്ങളും കോടികളും മുടക്കി വരുന്ന ക്ലബ്ബുകൾക്ക് അത് തുഴയാൻ പറ്റത്തില്ല. അപ്പം നമ്മളെപ്പോഴും അത് കൃത്യമായിരിക്കണം കണക്കുകൾ. ആ കണക്കിലാണ് നമ്മളിതെല്ലാം കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ കണക്കിനകത്ത് മാറ്റം വരാൻ പറ്റത്തില്ല. ചുണ്ടൻ വള്ളങ്ങൾക്ക് 100 മുതൽ 158 അടി വരെ നീളം കാണും. വള്ളത്തിൻ്റെ പിൻഭാഗം ജലനിരപ്പിൽ നിന്ന് 20 അടി ഉയരത്തിലായിരിക്കും. മുൻഭാഗം നീളത്തിൽ കൂർത്തിരിക്കും. രൂപം പത്തി വിടർത്തിയ ഒരു പാമ്പിനെ പോലെ. ഇതാണ് എൻ്റെ നടുപ്പാലം. ഇതെൻ്റെ പടി. ഈ പടിയുടെ താഴെയാണ് ഇത് മണിക്കാൽ. ഇതതിൻ്റെ ഈ പലകയെല്ലാം ഈ ഓരോ തലം നമ്മളിതിൻ്റെ പിടിച്ചിട്ടിരിക്കുന്ന ഇതിലാണ്. ഇതിൻ്റെ താഴെ ഒരു മുട്ടുകാലുണ്ട്. ഇതുമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന സാധനം മണിക്കാലും പടിയായിട്ട്. അപ്പോൾ ഇതിലാണ് ഇവർ ഇരിക്കുന്നത്. ഇതതിൻ്റെ വങ്കുവലയാണ്. ഈ വങ്കുവലയുടെ താഴത്തെയാണ് ഇതിൻ്റെ മാതാപുലക. അപ്പോൾ ഇത് വങ്കിൻ്റെ ജോയിൻ്റ്. ഇത് കണ്ടോ, ഈ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് തറയാണ്. അപ്പോൾ ഇത് ചെമ്പ് തറയായിരുന്നു നേരത്തെ. അത് നമ്മൾ ഇരുമ്പ് കയറ്റി വന്നിട്ട് ഇതിന് താഴെ മാതാപുലക. ചുണ്ടൻ വള്ളത്തിൽ തുഴച്ചിലുകാരുടെ ഇരിപ്പിടമാണ് വങ്ക്. കൂമ്പിൻ്റെ പിന്നിൽ നിന്ന് അമരം വരെ വള്ളത്തിൻ്റെ ഇരുവശത്തും നീളത്തിലുള്ള ഭാഗമാണ് വങ്ക്. വങ്കും വില്ലും വങ്കുപടികളും ചേർന്നുള്ള ബലമാണ് ചുണ്ടനുകളെ ഉറപ്പിച്ചു നിർത്തുന്നത്.
എത്ര വേഗത്തിൽ തുഴഞ്ഞാലും വള്ളത്തിന് നേരിയ കോട്ടം പോലും ഉണ്ടാകില്ല. ഗ്രാമത്തിലെ ആശാരിയാണ് വള്ളത്തിൻ്റെ തുടർന്നുള്ള കേടുപാടുകളും തീർക്കുക. തടിയെന്ന് പറഞ്ഞത് നമ്മളെ കിഴക്കൻ തടിയാണ്, ഏകദേശം ഒരു 120. അപ്പോൾ അതൊക്കെ നല്ല പ്രായമുള്ള തടികളായിരിക്കും. അപ്പോൾ ആ തടികളായിരിക്കും, വിളവുള്ള തടിയിട്ടാണ് നമ്മൾ ആഞ്ഞിലത്തിട്ടിട്ടാണ് ഇപ്പോൾ വള്ളം പണിയുന്നത്. പിന്നെ ഇപ്പം എല്ലാം പോളിഷായില്ലേ. പണ്ടൊക്കെ മഞ്ഞൾ തേച്ചിട്ട്, പണ്ടൊക്കെ ഗ്രീസും മുട്ടയൊക്കെ തേച്ചാണ്. ഇപ്പോഴെല്ലാം മാറി, ഇപ്പം ടൈം കുറച്ച് വള്ളം കളിക്കുക. പണി തീർന്ന വള്ളത്തിനെ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന നോട്ടക്കാരനുമുണ്ട് മുഖ്യ പങ്ക്. നമ്മൾ വെള്ളത്തെ ഇറക്കി വള്ളം നമ്മളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്ന് നമ്മുടെ സ്വന്തം മോനെ നോക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ വള്ളം നമ്മൾ കൊണ്ടു നടക്കുന്നത്. ചുണ്ടൻ വള്ളത്തിൻ്റെ ഓരോ നിർമ്മാണവും കൃത്യമായ കണക്കുകൂട്ടലുകളാണ്. എല്ലാം ചേർന്നുള്ള ബലമാണ് ചുണ്ടനെ ഉറപ്പിച്ചു നിർത്തുന്നത്. കണക്കുകൂട്ടലുകൾ ഒന്ന് പിഴച്ചാൽ ചുണ്ടൻ ഉൾപ്പെടെ എല്ലാം തകിടം മറിയും. ആലപ്പുഴയിൽ നിന്നും മനീഷ് മഹിപാൽ, 24. അപ്പോൾ നമ്മൾ ഇന്നലെ SKൻ്റെ ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയ്ക്ക് ലൈവ് കൊടുക്കാൻ വേണ്ടി നമ്മൾ പോയായിരുന്നു. നമ്മൾ ചമ്പക്കുളം ചുണ്ടലിൽ കയറി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഫൈനൽ ട്രയലിൽ എന്ന് പറഞ്ഞാൽ ഒരു മത്സരത്തിൽ എന്നവണ്ണം പോകുന്ന വള്ളത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കയറുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ സെക്കൻഡ് ക്യാപ്റ്റൻ ആ വിസിൽ കൊടുക്കുമ്പോഴേക്കും ഒരൊറ്റ തുഴയില, ആ തുഴയിലിൽ നമ്മളൊരു ആയലുണ്ട്, പിടിച്ചിരുന്നില്ലെങ്കിൽ വെള്ളത്തിലോട്ട് പോകും അറിയാത്തവരാണെങ്കിൽ എന്നതായിട്ടൊരു ഉറപ്പില്ല. എന്തായാലും അത് കൊള്ളാവുന്ന അനുഭവമായിരുന്നു. അപ്പോൾ നമ്മൾ മറ്റന്നാളുണ്ട് അവിടെ ആദ്യാവസാനം. ഇനി ഇന്നത്തെ സ്വർണ്ണവില കാണാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ കാണാം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ ഉച്ചവാർത്ത യാത്ര തൽക്കാലം പൂർണ്ണമാവുകയാണ്.